കല്യാണമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അതാലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വേദനയും എൻ്റെ മനസ്സിലുണ്ട്. സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഇനി എന്നാ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാനാവുക? ഇവൻ എൻ്റെ വയറ്റിലുണ്ടെന്ന് ഞാൻ ആദ്യം അറിഞ്ഞ നിമിഷം എനിക്ക് സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അന്ന് മഹേട്ടൻ എൻ്റെ രക്ഷയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ അവസ്ഥ? എനിക്കന്ന് മഹേട്ടനെ ലഭിച്ചതുപോലെ ഒരു ഭാഗ്യ സിദ്ധുവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ദേവിക എന്ന ഭാഗ്യം. അന്ന് അയാൾ ചതിച്ചപ്പോ എന്റെ ജീവിതം അവസാനിച്ചു എന്നാ ഞാൻ കരുതിയേ. പക്ഷേ അങ്ങനെ കരുതിയ എനിക്കും എന്റെ സിദ്ധുവിനും മഹേട്ടൻ നൽകിയത് ഒരു പുതിയ ജീവിതമായിരുന്നു. ജാനകി, എന്താ ഇത്? കരയാതെ. എന്തിനാ കരയുന്നത്? ജാനകി, കരയല്ലേ? ജാനകി, എന്താ? എന്തു പറ്റി? ജാനകി എന്തിനാ കരയുന്നേ? എന്താ മഹാദേവ, എന്തിനാ ജാനകി കരയുന്നത്? അതമ്മ ഒന്നുമില്ലമ്മ. നാളെ സിദ്ധുവിന്റെ കല്യാണം നടക്കുകയല്ലേ. നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒടുവിൽ അവന്റെ കല്യാണം നടക്കുമെന്ന് ഓർത്തപ്പോ ജാനകിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാമ്മേ. അതായിരുന്നോ? ശരി ശരി, എന്തായാലും രണ്ടാളും ഉറക്കം കളയണ്ട. നാളെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലേ.